അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കലാമണ്ഡലം സത്യഭാമയെ നമ്മൾ ആരും മറന്നിട്ട് കാണത്തില്ല. കാരണം കറുപ്പ് നിറത്തിൻ്റെ പേരിൽ നമ്മുടെ കലാഭവൻ മണിയുടെ സഹോദരനായ RLB രാമകൃഷ്ണനെ കളിയാക്കിയ കാര്യത്തിൽ പുള്ളിക്കാരി വളരെ കുപ്രസിദ്ധി നേടിയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഈ കളിയാക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒത്തിരി മീറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം 1 വർഷത്തോളമായി. ഈ 1 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ഇത് വിടാനുള്ള ഒരു പരിപാടിയില്ല. ഇപ്പോൾ പുള്ളിക്കാരി രംഗത്ത് വന്നിരിക്കുന്നത് പുള്ളിക്കാരിയുടെ ഈ ഒരു കാര്യത്തെ പറ്റി പ്രതികരിച്ച് മല്ലിക സുകുമാരൻ 1 വർഷം മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾക്കെല്ലാം പുള്ളിക്കാരി എഴുതി വെച്ച് പിന്നെ ടാബിലൊക്കെ എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ടിരുന്ന് ലൈവിൽ വന്നിരുന്ന ഭയങ്കര തെറിവിളിയും പരിപാടിയൊക്കെ ആയിരുന്നു. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വേഗം വരാം. ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ ബിപിൻ ബാബു, നീ ഏത് കോണത്തിലെ ഡോക്ടറാടാ തെണ്ടി? നീ ഒരു വ്യാജ ഡോക്ടറല്ലേ? നീ ആരാ മല്ലിക സുകുമാരൻ്റെ? നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി കേട്ടാ. നീ ആരാ? നിനക്ക് എന്ത് വേണം? നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി എന്തൊക്കെ ആവാനുള്ള ശ്രമത്തിലാ. നീ ജനിച്ചത് എങ്ങനെയാടാ? തുണിയും കോണകമൊന്നും ഇല്ലാണ്ടല്ല നീ നിന്റെ അമ്മയുടെ വയറ്റിന്ന് വന്നേ. നീ ഇപ്പം ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കിടക്കണം അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാ. നീ ജനിച്ച പാടാണോടാ നീ ഇരിക്കണ? ഇപ്പോൾ എൻ്റെ 67ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാ പോരടാ തെണ്ടി ഡോക്ടറെ. നീ ആരാണ്? നിന്നെ ഡോക്ടറാ? എന്നെ കോണത്തിലെ ഡോക്ടർ എന്നാണ് ഞാൻ വിളിക്കാൻ പോണത് കേട്ടാ. വയസ്സാം കാലം നിന്റെ തള്ളയുണ്ടോ? നിനക്ക് ഒരെണ്ണം അവിടെ? നിന്റെ തള്ളക്കുള്ളത് എനിക്ക് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക്. എന്തൊക്കെ ഇരുന്നാലും പുള്ളിക്കാരിക്ക് ഇപ്പോൾ 67 വയസ്സുണ്ട്. അതായത് മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു മുടി പോലും നനച്ചിട്ടില്ല. മുടി മുഴുവൻ നല്ല ഭംഗിയായിട്ട് കറുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ മുടി കറുപ്പിക്കുന്നതിനോട് പുള്ളിക്കാരിക്ക്, ആ കറുപ്പിനോട് പുള്ളിക്കാരിക്ക് എന്താണെങ്കിലും എന്നാ തൊടലും തീണ്ടലും ഒന്നുമില്ല. നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലടി. നിനക്ക് സിനിമയിൽ വല്ല റോള് അവർ ഓഫർ ചെയ്തിട്ടുണ്ടോ? നീ സുന്ദരിയാണല്ലോ. നീ ചാണകം തേച്ച് മെഴുകുമല്ലേ? ഞാൻ ചാണകമല്ല തേക്കാൻ പോണം നിന്നെ. തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 1നും 2നും പോവും. നീ പോവാറുണ്ടാ? അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകും നിന്നെ കേട്ടാ. നീ ഇങ്ങോട്ട് വാടി മെഴുകാൻ ചാണകം കൊണ്ട് കേട്ടാ. നീ എൻ്റെ സുന്ദരികൾ കുറെ ഓടിയൊരു വണ്ടിയാണല്ലോ. നീ എന്നെ കണ്ടാലറിയാം കേട്ടാ. നീ വിടറി ഇതിൻ്റെ പുറകിൽ മെസ്സേജ് ഇട്. നിനക്ക് എന്താടാ തെണ്ടി എന്നെ കാണുമ്പോൾ ഇത്ര അസൂയ? എനിക്ക് നീ എന്ത് വേണം ഇടറാ കേട്ടാ. ആഷിക്ക് എന്താ? ഐസക്ക്. ഓ, കണ്ടിട്ട് നീ മാപ്പിളയെന്ന് പേര് കേട്ടിട്ട് നീ മാപ്പിളയെന്ന് തോന്നുന്നുണ്ട്. പരിശുമറിയ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇവൻ്റെ ഒന്ന് തലയെടുക്കണേ കർത്താവേ. അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടാ. നീ എൻ്റെ എടാ രംഭ തന്നെയാടാ ഞാൻ കേട്ടാ. രംഭ തിലോത്തമ എന്നൊക്കെ നീ കേട്ടിട്ടുണ്ടാ? ദേവലോകത്തെ സുന്ദരികളാണ് രംഭ. നീ അത് അഴുക്ക പേരാന്ന് വിചാരിച്ചേക്കണ സുമിത്തെ? ഉർവശി രംഭ തിലോത്തമാന്ന് നീ കേട്ടിട്ടുണ്ടടാ? നീ ഏത് കാലത്ത് ജനിച്ചാടാ തേണ്ടി? നിന്റെ എന്താടാ പ്രൊഫൈൽ പടം നല്ല ക്ലിയർ അല്ലല്ല. നീ മറ്റവൻ്റെ കൂട്ട കറുത്തിരിക്കണവനാന്ന് തോന്നുന്നു അല്ലേ? കാക്കര നിറം എന്നിട്ട് തേങ്ങയുടെ ഇതിനകത്ത് ഇരിക്കണം നിന്റെ നിറം. നീ നല്ല നിറമില്ല. അതെന്ത് പറ്റി? അതോ നീ അങ്ങനെ ഇട്ടതാണോടാ സുമേഷ്? എന്താണെങ്കിലും രംഭയത്തില്ലാത്തവയൊന്നും നിങ്ങളെ കാണണ്ട. അവർക്ക് വല്ല അറ്റാക്ക് വരുമോ അല്ലെ ഒരു പേടിച്ച് ബോധക്കെട്ട് താഴെ വീഴുമല്ലോ ഒക്കെ ചെയ്യും. അത്രയ്ക്ക് സൗന്ദര്യം എൻ്റെ അമ്മച്ചി നിങ്ങൾക്ക്. നീ വിടൂല, നിന്റെ തന്തേനും വിടൂല പുരുഷോത്തമനെ കേട്ടാ. നല്ലൊരു അധ്യാപിക ഇവരുടെ അടുത്ത് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും നമ്പർ 1 ആയിട്ട് എവിടെ ചെന്നില്ലെങ്കിലും ആ പിള്ളേർ പഠിക്കും. ഉറപ്പാണ്.